നമസ്കാരം. ആന്ധ്രയിൽ അപ്രതീക്ഷിത നീക്കം. കോട്ടയത്തെ കുഞ്ഞൂഞ്ഞിന് മുന്നിൽ മനം മാറി ജഗൻ. ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ മനം മാറി ജഗൻ. ഞെട്ടിയത് BJP. ആന്ധ്രയുടെ ചുമതല രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിക്ക് നൽകിയത് വെറുതെയായില്ല. ഒടുവിൽ സാക്ഷാൽ ജഗൻമോഹൻ റെഡ്ഡി തന്നെ ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ വീണിരിക്കുകയാണ്. കോൺഗ്രസുമായുള്ള കുടിപ്പക അവസാനിപ്പിക്കുന്നതിനായി ജഗൻ തുറന്നു പറഞ്ഞതോടെ ഞെട്ടിയത് BJP ആണ്. കേന്ദ്രത്തിൽ ഇനി UPAക്ക് സർക്കാർ ഉണ്ടാക്കാൻ ജഗൻ പിന്തുണ നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. മുൻ ആന്ധ്ര മുഖ്യമന്ത്രിയായ രാജശേഖര റെഡ്ഡിയുടെ മകനായ ജഗൻമോഹൻ റെഡ്ഡി പിതാവ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് പാർട്ടി നേതാക്കളുമായി ഇടഞ്ഞത്. ജഗൻമോഹൻ റെഡ്ഡിയെ ഒതുക്കാൻ ചില നേതാക്കൾ ശ്രമിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തതോടെ YSR കോൺഗ്രസ് രൂപീകരിച്ച ജഗൻ മറുപടി നൽകുകയായിരുന്നു. ഇന്ന് ആന്ധ്രയിലെ ഏറ്റവും ശക്തമായ പാർട്ടിയാണ് YSR കോൺഗ്രസ്. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ജഗൻമോഹൻ തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 25 സീറ്റിൽ ബഹുഭൂരിപക്ഷവും YSR കോൺഗ്രസ് തൂത്തുവാരുമെന്ന് തന്നെയാണ് സർവേ ഫലം വെളിവാക്കുന്നത്. YS രാജശേഖര റെഡ്ഡിയുടെ അടുത്ത സുഹൃത്തു കൂടിയായ ഉമ്മൻചാണ്ടി ജഗനോട് സഹകരിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം UPA മുന്നണിയുടെ ഭാഗമാകണം എന്നതായിരുന്നു ആവശ്യം. ഈ ആവശ്യത്തിന്മേലുള്ള അനുകൂല പ്രതികരണം കൂടിയാണ് ജഗൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം YSR കോൺഗ്രസിനെ കോൺഗ്രസിൽ ലയിപ്പിച്ച ജഗൻമോഹനെ തലപ്പത്ത് കൊണ്ടുവരണമെന്ന നിർദ്ദേശമാണ് ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ആരോടും ഒരു പരാതിയോ പ്രതികാരത്തിനോ ഇല്ലെന്നും കോൺഗ്രസിനോട് താൻ ക്ഷമിച്ചെന്നും ജഗൻമോഹൻ റെഡ്ഡി വ്യക്തമാക്കി. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയും ദിനംപ്രതി ബൈബിൾ വായിക്കുകയും ചെയ്യുന്നയാളാണെന്നും ജഗൻമോഹൻ റെഡ്ഡി പറയുന്നു. പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജഗൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. തന്റെ സംസ്ഥാനത്തിനാണ് ഞാൻ മുൻഗണന നൽകുന്നത്. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ലഭ്യമാക്കുന്നതിനാണ് മുൻഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. അഭിമുഖത്തിനിടെ BJPയെയും സംസ്ഥാനം ഭരിക്കുന്ന TDPയെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകാമെന്ന വാഗ്ദാനത്തിൽ നിന്ന് മോഡിയും BJPയും പിന്മാറി. TDPയും BJPയും ചേർന്ന് ആന്ധ്രയിലെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. മോഡിയും ചന്ദ്രബാബു നായിഡുവും കള്ളം പറഞ്ഞ അധികാരത്തിൽ കയറിയവരാണെന്നും അദ്ദേഹം ആരോപിച്ചു. ആന്ധ്രാപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് തകർന്നടിയുകയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച MP-മാരിൽ 19 MP-മാരിൽ നിന്ന് 10ഓളം MP-മാർ BJPയിലേക്ക് ചേക്കേറുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ആന്ധ്രയിൽ കോൺഗ്രസ് ഇല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ ഈ മാസ്റ്റർ സ്ട്രോക്ക്. ഉമ്മൻചാണ്ടിക്ക് മുമ്പിൽ ജഗൻമോഹൻ റെഡ്ഡി വീഴുകയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും UAPക്ക് ഇത് വലിയ മുതൽക്കൂട്ടാവുകയും ഉമ്മൻചാണ്ടി എന്ന കോട്ടയത്തെ കുഞ്ഞൂഞ്ഞിന്റെ ഗ്രേസ് മാർക്ക് ഉയരുകയും ചെയ്യും. ഒരുപക്ഷെ ഇത് ഉമ്മൻചാണ്ടിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ വിശ്വസ്തനായി മാറാനും മറ്റ് ഉന്നത പദവികളിലേക്ക് ചേക്കേറാനുമുള്ള ഒരു വഴി തുറക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വസ്ത്രങ്ങളുടെ വിസ്മയ കളക്ഷനുകളുമായി ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇമ്മാനുവൽ വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചുകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് നറുക്കെടുപ്പിലൂടെ 15 ദമ്പതിമാർക്ക് ഹണിമൂൺ ട്രിപ്പ്. ഒപ്പം എല്ലാ ഉപഭോക്താക്കൾക്കും ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ റിനോൾട്ട് ക്യൂട്ട് കാറും. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ഇനി ഓരോ മംഗളമുഹൂർത്തങ്ങളും ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്, നിയർ ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ കിട്ടാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.